മുട്ടിൽ ഗ്രാമപഞ്ചായത്തിലെ പരിയാരം ചിലഞ്ചിച്ച കമ്പളക്കാട് റോഡിന്റെ അവസ്ഥ അതിശോചനീയം. ദിവസേന ആയിരക്കണക്കിന് യാത്രക്കാർ ഉപയോഗിക്കുന്ന ഈ വഴി കാലവർഷം കൂടി കനത്തതോടെ അതിശോചനീയമായി തീർന്നിരിക്കുന്നു. ഇതുമൂലം യാത്രക്കാരും നാട്ടുകാരും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഈ ദുരവസ്ഥക്കെതിരെ വൻ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. ജനങ്ങൾ റോഡിലെ കുഴിയിൽ വാഴ നട്ടും മീൻ പിടിച്ചും പ്രതിഷേധിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് റോഡിന്റെ ശോചനാവസ്ഥയ്ക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. എത്രയോ വാഹനങ്ങൾ, ആയിരക്കണക്കിന് വാഹനങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിലെ പാസ് ചെയ്യാണ്. 18ഓളം സ്കൂൾ ബസ്സുകൾ വന്ന് ഇവിടെ തിരിച്ചു പോവാണ്, ബ്ലോക്കാവുകയാണ്. വളരെ ഡേഞ്ചർ ആയിട്ടാണ് ഇതുള്ളത്. എത്രയോ പ്രാവശ്യം നമ്മൾ ഈ അധികാരികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടും യാതൊരുവിധ പരിഹാരവും ഇതിനില്ല. പിന്നെ നമ്മുടെ 2 ഹൈവേ, ഒന്ന് കമ്പളക്കാട്, പിന്നെ കാര്യമ്പാടി പുൽപ്പള്ളി റോഡ് കേണിച്ചിറ നടവയിലേക്ക് ഒന്ന് കമ്പളക്കാട് ഭാഗത്തേക്ക് പാറക്കല് വയനാട് മുസ്ലിം ഓർഫനേജ് എത്തിങ്കാന നാടുകളിൽ നിന്നുള്ള വരുന്ന വണ്ടികൾ മുഴുവൻ ഇതിലാണ് വരുന്നത്. എത്രയോ പറഞ്ഞ് മടുത്തതാണിത്. ഇനി എന്താണ് ചെയ്യുക, ഇതിന് പരിഹാരം എന്താ കാണാൻ നമുക്ക് ഒന്നും ഒരു ഇതുമില്ല. ഇവിടെ ഡെയിലി അപകടമാണ്. ഇവിടെ വെള്ളം ജഗ്ഗിൽ വെച്ചിട്ട് ഇവിടെ കുത്തിരിക്കുകയാണ്. കാരണം ആൾക്കാർ വന്ന് വീഴാം, ഉണ്ടിൽ വന്ന് വീഴാണ്. പാവപ്പെട്ട സാധാരണക്കാര് വണ്ടി ആക്സിഡന്റ്, ഒരു സൈഡ് ഒരു ബസ്, 2-3 ബസ്, 18 ചാലടിക്കുന്ന ബസ്സുകളാണ്. ഒന്ന് സൈഡ് കൊടുക്കാനാണെങ്കിൽ ഇവിടെ സ്ഥലമില്ല. സ്കൂൾ മക്കൾ എന്നാലും ഒരു കുട്ടീന്റെ മേത്ത് തട്ടാൻ പോയി, ഞങ്ങളെല്ലാം കൂടി ഓടിപ്പോയി പിടിച്ച്. ഈ അവസ്ഥയിലാണ്. ഇത് എത്രയോ വട്ടം പറഞ്ഞ് മടുത്താം. പാറക്കൽ നിന്ന് ഇവിടെ വരെ കമ്പളക്കാട് വരെ റോഡ് വളരെ മോശമാണ്. റോഡ് കുഴിയായി കിടക്കുന്നത് മൂലം വൻ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. ദിവസവും നിരവധി ആളുകളാണ് റോഡിലെ കുഴിയിൽ വീണ അപകടത്തിൽപ്പെടുന്നത്. 18 സ്കൂൾ ബസ്സും 3 സർവീസ് ബസ്സും ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട്. ഇത്രയും ജനങ്ങൾ ഉപയോഗിക്കുന്ന റോഡായിട്ട് പോലും റോഡിന്റെ ശോചനാവസ്ഥയ്ക്ക് പരിഹാരമായിട്ടില്ല. ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് റോഡിന്റെ ശോചനാവസ്ഥയ്ക്ക് താൽക്കാലിക പരിഹാരമെങ്കിലും കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അശ്വതി KG, News 1 മുട്ടിൽ.